എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് തിരുവനന്തപുരത്താണ്. ഒരു കല്യാണത്തിന് വന്നതാണ്. കല്യാണത്തിന് ശേഷം ഞങ്ങളവിടെ അടുത്തുള്ള പ്രശസ്തമായ മൃഗശാല സ്യൂവിലേക്കൊന്ന് പോയി. ഈ സ്യൂവിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നി. ക്ഷേത്രനഗരിയായ തിരുവനന്തപുരത്തിൻ്റെ തലക്കെട്ടോടെ നിൽക്കുന്നൊരു മൃഗശാല. ഇന്ത്യയിലെ ഏറ്റവും പഴയ മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല. അതുപോലെ തന്നെ അവിടെയുള്ള മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും എല്ലാം തന്നെ രാജ്യത്തെ പഴക്കം ചെന്നവയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയുമ്പോൾ 1830 മുതൽ 1846 വരെ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ. കുതിരകളുടെ പ്രജനന കേന്ദ്രത്തിൽ ആനകൾ ഉൾപ്പെടെയുള്ള നല്ല ശേഖരം രാജാവിനുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ലൊരു മൃഗശാല വരണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, പിന്നെ അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന കലൻ, ഇവർ തമ്മിൽ ചേർന്നൊരു പ്ലാനിങ്ങിൻ്റെ പരാതിയാണ് തിരുവനന്തപുരം മൃഗശാല രൂപീകരണത്തിന് കാരണമായി പറയപ്പെടുന്നത്. 1855 ഉത്രം തിരുനാൾ രക്ഷാധികാരിയായും ജനറൽ കലൻ പ്രസിഡൻ്റായും ഇളയ രാജാവ് വൈസ് പ്രസിഡൻ്റായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിന് പ്രകാരം 1857 മ്യൂസിയം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അത് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു ഒരു മ്യൂസിയം. പക്ഷേ മ്യൂസിയത്തിന് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയാത്തത് കൊണ്ട് രാജാവിൻ്റെ ഒരു ഐഡിയ പ്രകാരം 1857 ഒരു മൃഗശാലയും ഒരു പാർക്കും കൂടി ഇതിനോടനുബന്ധിച്ച് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് തിരുവനന്തപുരം മൃഗശാല പ്രശസ്തിയിലേക്ക് വരുന്നത്. ഏതാണ്ട് 50 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാല നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സ്വാഭാവിക പ്രദർശനം കാട്ടിൽ സംഭവിക്കുന്നതിന് സമാനമായി സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് നമ്മൾ കാടിനുള്ളിൽ റിയലായിട്ട് മൃഗങ്ങളെ കാണുന്നൊരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തില്ല. യഥാർത്ഥത്തിൽ ഒരു കാട്ടിലോട്ട് പോകുന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ 1996 ഇതിൻ്റെ നവീകരണ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് മാറ്റമാണ് തിരുവനന്തപുരം മ്യൂസിയത്തിനും ഈ പാർക്കിനും മൃഗശാലയ്ക്കുമൊക്കെ ഉണ്ടായത്. ആധുനിക ഉപകരണങ്ങളുള്ള ഒരു സൂ ഹോസ്പിറ്റൽ ഇതിനുള്ളിൽ സ്ഥാപിച്ചു. വളരെ അത്ഭുതമുള്ളൊരു സംഭവമാണത് കേട്ടോ. ഇവിടെയുള്ള മൃഗങ്ങൾക്കായി ഒരു ഹോസ്പിറ്റൽ, നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ സാധാരണ ഒരു മൃഗാശുപത്രിയല്ല, ഒരു 2 നില കെട്ടിടം. ഇത് ഈ വീഡിയോയുടെ അവസാനം ഞാനത് കാണിക്കുന്നുണ്ട്. ഒരു 2 നില 3 നില കെട്ടിടമാണെന്ന് തോന്നുന്നു. ഉള്ളിലോട്ട് പ്രവേശനമില്ല. മൃഗങ്ങൾക്കായി ഒരു മൃഗാശുപത്രി എന്ന് പറയാൻ പറ്റില്ല, മൃഗ ഹോസ്പിറ്റൽ എന്ന ഒരു വലിയ ഹോസ്പിറ്റൽ സെറ്റപ്പ് അവിടെ ആധുനിക ഉപകരണങ്ങളുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് ഉച്ച സമയമായതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കുറേ നടക്കാനുണ്ട്. നിങ്ങൾ ആലോചിക്കണം, 50 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വിസ്മയമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ഈ മൃഗശാല. നമ്മളവിടെ എത്തിയാൽ ഒരു ദിവസം മുഴുവൻ കഴിയാനുള്ള സൗകര്യം അവിടെ അകത്തുണ്ട്. ഭക്ഷണ കാര്യങ്ങൾ കിട്ടും, ബാത്റൂംസ് സൗകര്യമുണ്ട്, നല്ല തണലുള്ള അന്തരീക്ഷം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തിരുവനന്തപുരത്തിൻ്റെ സിറ്റിക്കുള്ളിൽ തന്നെയാണോ, ഇത്രയും ചൂടുള്ള പ്രദേശത്ത് തന്നെയാണോ ഇത്രയും ഒരു തണുത്ത പ്രദേശം സൃഷ്ടിച്ചിരിക്കുന്നത്? നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. പക്ഷിമൃഗാദികളെയൊക്കെ സ്വാഭാവിക ചുറ്റുപാടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വാഭാവിക ചുറ്റുപാടിലാണ് ഇതിനെ പാർപ്പിച്ചിരിക്കുന്നത്. കൃത്രിമമായിട്ട് സൃഷ്ടിച്ചാണെങ്കിലും സ്വാഭാവിക ചുറ്റുപാടിൽ പാർപ്പിച്ചിരിക്കുന്നതിനാൽ അവയുടെ ജീവിത രീതി മനസ്സിലാക്കാൻ നമ്മൾ സന്ദർശകരെ സഹായിക്കും. അവിടെ അത് കണ്ടു നീക്കുമ്പോൾ അതിൻ്റെ ജീവിത രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും. കൂട്ടിലിട്ട ഒരു പക്ഷിക്കൊന്നും ഒരിക്കലും നമുക്ക് അതിനെ നോക്കി അതിൻ്റെ ജീവിത രീതി മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് കൂട്ടിലാണെങ്കിലും ഓപ്പണായിട്ടൊരു എയറിലാണ് ഇതിനെ, അതൊരു സ്വാഭാവിക ചുറ്റുപാട് ഫീൽ ചെയ്യുന്നത്
പോലെയാണ് അതിനെ പാർപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ എത്താൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വാഹന സൗകര്യങ്ങൾ എപ്പോഴുമുള്ളൊരു പ്രദേശമാണ്. ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ് മുതിർന്നവർക്ക്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 10 രൂപ. പിന്നെ നമ്മൾ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ 50 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 200 രൂപ കൊടുക്കണം. പിന്നെ ഈ തിരുവനന്തപുരം സൂവിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തിങ്കളാഴ്ച അവിടെ അവധിയായിരിക്കും. തിങ്കളാഴ്ച പൊതു അവധിയാണ്. പാർക്ക് തുറക്കില്ല, മ്യൂസിയവും തുറക്കില്ല, മൃഗശാലയും തുറക്കില്ല. ഫുൾ അവധിയായിരിക്കും തിങ്കളാഴ്ച. അതുപോലെ എല്ലാ ദിവസവും 5:15 ക്ലോസ് ചെയ്യും. രാവിലെ 8 മണിക്ക് 9 മണിക്ക് എങ്ങാണ്ട് ഓപ്പൺ ചെയ്യും, 5:15 ക്ലോസ് ചെയ്യും. ഇവിടെ ഞങ്ങൾ കണ്ട മൃഗങ്ങളുടെ പേര് പറഞ്ഞാൽ കാട്ടുപോത്ത്, സിംഹവാലൻ കുരങ്ങ്. അതായത് ഈ സിംഹവാലൻ കുരങ്ങ് 20-30 വർഷം വരെ ജീവിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ബോർഡ് തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മൃഗങ്ങളുടെയും ഭക്ഷണ രീതി, അതിൻ്റെ എന്താ പറയുന്ന ആയുർദൈർഘ്യം, അതിൻ്റെ രീതികളെല്ലാം എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിവ് പകരുന്ന ഒരു സംഭവമാണ്. പിന്നെ പക്ഷികൾക്കായിട്ട് പ്രത്യേകം ഒരു ഏരിയ, പക്ഷി വിഭാഗത്തിൽപ്പെട്ട അതിനെ കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഏരിയ അവർ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വളരെ ഒരു അഡ്വഞ്ചർ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ തരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ മൃഗശാലയിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഐഷയും സുമിയൊക്കെ നന്നായിട്ട് നടന്നു തുടങ്ങിയെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ നന്നായി ക്ഷീണിച്ചവർ. പിന്നെ ഞങ്ങൾ പുള്ളിമാനെ കണ്ടു, മയിൽ കണ്ടു, യമു, കരടി, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ. ഇതൊരു വലിയ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു മുതല. അതെ, നമ്മുടെ ജെയിൻ സാറൊക്കെ പറഞ്ഞ മുതലയൊക്കെ ഇത്ര അടുത്ത് നിന്ന് എത്തി പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുവാണ് ഞാനും രോഗി. കൂട്ടിലാണെങ്കിലും ഉള്ളിലൊരു പേടിയുണ്ട്, കൂട് തുറന്ന് പുറത്ത് വരുമോ എന്ന്. അത് മയങ്ങിക്കിടക്കുകയായിരുന്നു മുതലയെ അടുത്ത് നിന്ന് കാണാൻ ഒരവസരം കിട്ടിയതുകൊണ്ട് പുള്ളിക്കാരൻ ഉറങ്ങുകയാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ അവിടെ അടുത്ത് പോയെന്ന് കുറച്ച് നേരം ആ മനോഹരമായ ബോഡി നോക്കി നിന്നു. ഇത് പറവകൾ, കുറേ പക്ഷിക്കൂട്ടങ്ങൾക്ക് വേണ്ടി താമസിക്കാൻ ഒരു വലിയ ഏരിയ. അതിൻ്റെ മുകളിൽ ഓപ്പണല്ല, മുകളിലും വല നെയ്ത് ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ളിലുള്ള ജീവികൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. അവർ സ്വാഭാവികമായി അവരുടെ കാട്ടിൽ കഴിയുന്ന അതേ ഫീലിൽ ഒരു കുളം, അതുപോലെ മരത്തണലുകൾ, അവർക്ക് പറന്ന് കിടക്കാനുള്ള സെറ്റപ്പ്, ഭക്ഷണം എല്ലാം. അപ്പോൾ തങ്ങൾ കൂട്ടിലകപ്പെട്ടിരിക്കുകയാണെന്നൊരു ഫീല് വരാത്ത രീതിയിൽ അതിനെ പരിപാലിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ അവിടെ ഏതൊക്കെ ഉണ്ട് അതിൻ്റെ പക്ഷിമൃഗാദികളുണ്ട്, അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈൻ, അകത്തൊരു പാലം പോലൊക്കെ പണി. നമുക്കുള്ളിലോട്ട് പ്രവേശനമില്ല, വലിയ ഏരിയ ഈ പക്ഷികൾക്ക് വേണ്ടി അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ്. 5 വയസ്സിനും 12 വയസ്സിനുള്ളിലൊക്കെ 10 രൂപ. ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ 200 രൂപ കൊടുക്കേണ്ടി വരും. തിങ്കളാഴ്ച അവധിയാണ്. 8 മണി മുതൽ 5:15 കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ക്ലോസ് ചെയ്യും. പിന്നെ വെയിലിൻ്റെ പ്രശ്നമില്ല, നല്ല തണൽ മരങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മരങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഒരു മൃഗശാല. അവിടെ ഒരു മൃഗശാല മാത്രമല്ല, ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ബൊട്ടാണിക്കൽ ഗാർഡനുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ വിജ്ഞാനം നിറഞ്ഞ ഒരു യാത്രയായിരിക്കും നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം മൃഗശാലയ്ക്കുള്ള യാത്ര സമ്മാനിക്കാമെന്ന് ഉറപ്പ് പറയാൻ കഴിയും. കരടികളുടെ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. പിന്നെ മുളകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. നല്ല പാതയോരങ്ങൾ ഇവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ നടന്ന് ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു പ്രദേശമാണിത്. നമ്മളൊരു സൈഡിൽ കൂടി ഇറങ്ങിയാൽ നേരെ തിരിച്ച് അതിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ എൻഡിൽ ചെന്നേ നമുക്ക് പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ.
അതുപോലെ മൃഗശാല ജീവനക്കാർ എപ്പോഴും ജാഗരൂകരായിരിക്കും. കാര്യം ഇത് കൂട്ടിലടച്ചിരിക്കുകയാണെങ്കിലും ഏത് നിമിഷവും ഇത് പുറത്തേക്ക് വരാം. പക്ഷേ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഹത്തിലുണ്ട് അടുത്തോട്ട് പോകുന്ന വഴി അവർ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു. സിംഹം വരുമെന്ന് പറയാനായിരിക്കും എന്നറിയാം, പേടിച്ചു. ഓരോ ഏരിയയിലും അതിൻ്റെ പ്രത്യേകം ജീവനക്കാർ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവരിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് അടുത്തേക്ക് ചെല്ലരുത്. ചില പക്ഷി വിഭാഗത്തിൽപ്പെട്ടവർ നമ്മളെ കാണുമ്പോൾ അടുത്തോട്ട് വരും. ഇത് ഞാൻ ബാഹുബലി അതിൽ കണ്ട കാട്ടുപോത്ത് പോലെ തോന്നി. പിന്നെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു ഏരിയയാണ് ഈ പുള്ളിമാനൊക്കെയുള്ള ഒരു ഏരിയ. പിന്നെ അവിടെ നമുക്ക് ഇടയ്ക്ക് ചായ കുടിക്കാനും റെസ്റ്റ് എടുക്കാനും ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. നമുക്ക് ചായയും ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കാം. പിന്നെ ഇവരുടെ തന്നെ ചെറിയ വാഹനങ്ങളുണ്ട് കൊണ്ട് നടക്കുന്നത്. പക്ഷേ അതിൽ ഈ ഫുൾ ആളായാലേ കൊണ്ടുപോകത്തുള്ളൂ. നമുക്ക് ഈ നടക്കുമ്പോൾ ഉള്ള പോലെ കാണാനൊക്കത്തില്ല, നമുക്ക് ഇഷ്ടത്തിന് കാണാൻ പറ്റില്ല. സിംഹത്തിൻ്റെ കൂട്ടിലൊക്കെ ചെന്നപ്പോൾ പുള്ളിക്കാരനൊക്കെ റെസ്റ്റ് എടുത്തിട്ട് കിടന്ന് ഉറങ്ങുമോ, സിംഹവും പുലിയൊക്കെ. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്. ചുമ്മാതാന്ന് ഇവർക്ക് കൊളസ്ട്രോൾ കയറുന്നത്. 2 മണി സമയമാണ്. ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്നു. ഉച്ചയായിട്ടും ഈ തിരുവനന്തപുരത്തേക്ക് യാത്ര വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും ഇത് കണ്ടിട്ട് പോകുന്നത്. ഈ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ഒരുപാട് പുള്ളിമാനുകൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന അതിമനോഹരമായ ഒരു രംഗം. അതിനെ പരിപാലിക്കാൻ 1-2 ജീവനക്കാരുണ്ട്. നല്ല ഭംഗിയാണ് ഇത് നിങ്ങളെ അടുത്ത് നിന്ന് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സൂ ഹോസ്പിറ്റൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മൃഗങ്ങൾക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമ്മുടെ നാട്ടിലെ മൃഗാശുപത്രി ഒന്നുമല്ലിത്. ഇത് ആധുനിക ഉപകരണങ്ങളുള്ള ഒരു സജ്ജീകരണമുള്ളൊരു ഹോസ്പിറ്റലിനകത്തുണ്ട്. അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ അടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിന്നെയാണെങ്കിലും പതുക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോകുന്ന അത്ര ശരിയാവില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മുള്ളംപന്നി ബ്രോഡത്തോട്ട്. മുള്ളംപന്നിയൊക്കെ ഇത്ര അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. മുള്ളംപന്നിക്ക് സേഫ്റ്റി ആയിട്ട് പുറകിൽ കുറേ ആരോ എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അവർ പറയുന്നത് അതിനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ചെന്നാൽ ഇത് അവർ കുടഞ്ഞ് ദേഹത്ത് കൊള്ളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു ചിത്രശലഭ പാർക്ക്, അതായത് ചിത്രശലഭങ്ങൾക്ക് വേണ്ടി ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം, ഒരു നടപ്പാത, കുറേ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ചിത്രശലഭങ്ങൾ ഒരുപാട് ഇങ്ങനെ പറന്നു വരും. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം. സുമിയും ഐഷുവൊക്കെ ഓടിയങ്ങ് ചെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് റെപ്റ്റൈൽസ്, നമ്മുടെ പാമ്പ് കേന്ദ്രം, പാമ്പുകളുടെ ഉരകങ്ങളുടെ ഒരു വൻ ശേഖരമുള്ളൊരു സ്ഥലം. ബോർഡ് കണ്ടതും അവർ ഓടി രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഞങ്ങൾ വന്നത് കണ്ടത് അതിമനോഹരമായൊരു മയിൽ ബ്രോ. അവിടെ അതിൻ്റെ ആവാസവ്യവസ്ഥ, കാടുകൾ, കുറ്റിക്കാടുകൾ, ജീവിത കാലയളവ് 15-20 വർഷം, അതിൻ്റെ ഫുൾ ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ വാഹനം, പുറത്തേക്ക് അവർ കൊണ്ടു നടക്കുന്ന വാഹനം. അങ്ങനെ ഒരു 3 മണി അടുപ്പിച്ച് ഞങ്ങൾ മൃഗശാല കണ്ട് പുറത്തിറങ്ങി. സുഹൃത്തുക്കളെ, പുറത്ത് വന്നു, അതിമനോഹരമായ ജ്യൂസ് കുടിച്ചു, ഐസ്ക്രീം കഴിച്ചു. എല്ലാം അതിൻ്റെ മുമ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അവർക്കറിയാം കുഴഞ്ഞു വന്നവർ കഴിച്ചു കൊടുക്കുന്നു. പിന്നൊരു ചരിത്ര മ്യൂസിയമുണ്ട്, ഒരു ആർട്ട് മ്യൂസിയമുണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡനുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായൊരു തിരുവനന്തപുരം യാത്ര അനുഭവം ഞങ്ങൾക്കുണ്ടായി. 3 പേരും നന്നായി ടയേർഡ് ചെയ്തു. അപ്പം ഞാൻ ടയേർഡായി. ഞാൻ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ നന്നായിട്ട് കുഴഞ്ഞു, ഞാനും കുഴഞ്ഞു. അങ്ങനെ ഞാൻ അവരവിടെ ഇരുത്തിയിട്ട് ഈ മ്യൂസിയത്തിൻ്റെ ആ ബിൽഡിംഗ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ഒരുപാട് മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആ തണലിൻ്റെ പ്രത്യേകത. ആ തണലത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ ഭയങ്കര ഒരു ഫീലാണ്. ഇതാ മ്യൂസിയത്തിലേക്കുള്ള പടവുകളാണ്. മ്യൂസിയത്തിലുള്ള പടവുകൾ കയറി നമ്മൾ നേരെ ചെന്ന് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു പുൽത്തകിടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴാണ് അതിമനോഹരമായ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മൾ കാണുന്നത്.
നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ള പോലൊരു കെട്ടിടം. എനിക്കറിയില്ല എത്ര പേര് ഇത് വന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള അത്ഭുതങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളാരും കാണാറില്ല. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്തുള്ള ഈ മ്യൂസിയം നമ്മളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാം കാണുന്നുണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതി മൂലം ഞാൻ മടങ്ങിപ്പോവുകയാണ് കൂട്ടുകാരെ. എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ഇതിനുള്ളിൽ കയറിയെല്ലാം ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും ചരിത്രമുറങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുള്ള തിരുവനന്തപുരത്തിനോട് ഞങ്ങളിന്ന് യാത്ര പറയുകയാണ്. എന്തുകൊണ്ടും വളരെ മനോഹരമായ ഈ യാത്ര ഒരു അനുഭവമായിരുന്നു. ഇനിയും ഒരുപാട് കാഴ്ചകൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ കേരളത്തിലുണ്ട്. അത് കാണാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തണം. കാരണം യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമെൻ മനസ്സിൽ ഗാനമാ